രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്ക്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരുമുണ്ട്. ഇതോടെയാണ് ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചത്. റിപ്പോർട്ടറാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. റോഷിബാൽ ചേരുന്നു വിശദ വിവരങ്ങളുമായി. റോഷിബാൽ, വലിയ ഒരു വാർത്ത അന്ന് റോഷിബാൽ തന്നെയാണ് പുറത്തുവിട്ടത്. ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ തന്നെ ഒരുപാട് ആരോപണങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോഴാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലേ? നിലവിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശനിയാഴ്ചയാണ് രാഹുലിന് ഹാജരാകേണ്ടി വരിക. നിലവിൽ തന്നെ ഒരുപാട് ആരോപണങ്ങൾക്ക് നടുക്കിലാണ് യുവ MLA ഉള്ളത്. പാർട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യമൊക്കെയാണ്. റോഷിബാൽ ചേരുന്നു. റോഷിബാൽ, ശനിയാഴ്ച ഹാജരാകണം രാഹുലിന്, അല്ലേ? റോഷ്നി, ശനിയാഴ്ചയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് എത്താൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുപയോഗിച്ചതായി കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. അത് സംബന്ധിച്ച തെളിവുകളടക്കം പുറത്തു വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് 6 പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിപ്പിച്ചത്. ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ രഞ്ജു ഉൾപ്പെടെ 7 പ്രതികളുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തരാണ്. അതിൽ 3-ാം പ്രതിയുടെ മൊബൈലിൽ നിന്നും കണ്ടെടുത്ത ഒരു ശബ്ദരേഖയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിപ്പിക്കുന്നത്. നേരത്തെ തന്നെ ചോദ്യം ചെയ്താണ്. പലവട്ടം മ്യൂസിയം പോലീസ് മറ്റൊരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രതികളുടെയൊക്കെ മൊബൈൽ ഫോൺ നേരത്തെ പിടിച്ചെടുക്കുകയും അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു തെളിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ അന്വേഷണ സംഘം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയോട് ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ചേർക്കുമ്പോൾ പണമടച്ചതിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള വിവരങ്ങൾ കൈമാറാനാണ് ആവശ്യപ്പെട്ടത്. സർവർ പങ്കുവെക്കണമെന്ന ആവശ്യമായിരുന്നു. അത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. പലവട്ടം പോലീസ് നോട്ടീസ് നൽകി. അവർ ഹാജരായില്ല. ഈ പങ്കുവെക്കാതിരുന്നപ്പോൾ ഒടുവിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ആ വിവരങ്ങൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉള്ളത്. ഏതായാലും ശനിയാഴ്ച ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് തെളിവ് ലഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുകയാണ്.